ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിംഗ് ആണ്. മുട്ട ഒട്ടും തന്നെ ഉപയോഗിക്കാതെ മുട്ടയുടെ ഷേപ്പിലുള്ള ബുൾസൈൻ്റെ ഷേപ്പിലുള്ള ഒരു പുഡിംഗ് ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോടെ നോട്ടിഫിക്കേഷൻസ് വരും. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഓറഞ്ച് ജ്യൂസ് എടുക്കണം. അതുപോലെ അരിഞ്ഞതിന് പകുതിയായി മുറിച്ചതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് രീതിക്കാണോ എടുക്കാൻ സൗകര്യം ആ രീതിക്ക് നമുക്ക് ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. അരിച്ച് കുരുവില്ലാതെ എടുക്കണം. അധികം കയ്പൊന്നും വരാത്ത രീതിയിൽ പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ കൈ കൊണ്ട് പിഴിഞ്ഞാലും മതി, ഇതുപോലത്തെ ഇത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അധികം ജ്യൂസിൽ കയ്പ് വരാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇത് നമുക്ക് മുഴുവനും ജ്യൂസ് പിഴിഞ്ഞ് അരിച്ചെടുക്കാം. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് നല്ലപോലെ അരിച്ച് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നിങ്ങൾക്ക് എത്ര മധുരം വേണമോ അത്രയും ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള ഓറഞ്ച് ആണെങ്കിൽ കുറച്ച് കൂടുതൽ മധുരമാകാം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ച് എടുക്കുക. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചൈന ഗ്രാസ് ആണ്. ഇതാണ് ചൈന ഗ്രാസ്. ഇതിനെ നമുക്ക് ഇതിൻ്റെ പകുതി എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കതിനെ ബോയിൽ ചെയ്ത് എടുക്കണം. ഇപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ചൈന ഗ്രാസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ചൈന ഗ്രാസ് ഞാൻ ഒന്ന് കഴുകി എടുത്തു. ഇനി നമ്മളിതിൽ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ച് നന്നായി കഴുകിയതിന് ശേഷമാണ് ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ അലിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് നന്നായി തിളച്ചു. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരല്പം വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചെറുതായി തണുക്കണം. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ചെറിയ ഒരു ലൈറ്റ് ഓറഞ്ച് കളറോ യെല്ലോയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിനെ കുറച്ചൊന്ന് തണുക്കാൻ അനുവദിക്കാം. ഇപ്പോൾ അത് തണുത്തപ്പോഴത്തേക്കും നമ്മൾ ഓറഞ്ച് ജ്യൂസും ചൈന ഗ്രാസുമായിട്ടുള്ള ആ മിശ്രിതം
തണുത്തതിന് ശേഷം ഞാനിവിടെ ഇതുപോലെ കുറച്ച് സ്പൂണിലും കുറച്ച് ഇതുപോലത്തെ ചെറിയ ഒരു കപ്പ് കേക്കിൻ്റെ പേപ്പറിൻ്റെ കപ്പ് കേക്കിൻ്റെ ഇതിലും മോൾഡിലും ഞാൻ ഒഴിച്ചു വെച്ചു. ഇനി ഇതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് സമയം അത് ഇരുന്നോട്ടെ. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വയ്ക്കാം, വെളിയിലിരുന്നാലും കുറച്ച് സെറ്റാവും. അടുത്തത് ഞാൻ ഒരു പാത്രത്തിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തു. ഈ പാൽപ്പൊടിക്ക് പകരമായിട്ട് പാലും യൂസ് ചെയ്യാം. ഞാനിവിടെ പാലിന് പകരം പാൽപ്പൊടി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഈ തിളച്ച വെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ച് കലക്കിയെടുക്കാം. കട്ടകളില്ലാതെ നന്നായി കലക്കിയെടുക്കാം. ആദ്യത്തെ പോലെ നമ്മൾ ചൈന ഗ്രാസ് നന്നായി തിളപ്പിച്ചെടുത്തു. ഇത് നമുക്ക് ഈ പാലിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതും നമുക്ക് ആദ്യത്തെ പോലെ നമുക്ക് ഇഷ്ടമുള്ള മോൾഡിൽ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യാൻ ഒഴിച്ചു വെച്ചത് ഇവിടെ റെഡിയായി. അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിവിടെ ഒരു ബുൾസൈൻ്റെ ഷേപ്പ് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ശരിക്കും യോക്ക് വൈറ്റും യോക്കും പോലെയുള്ള അങ്ങനത്തെ ഒരു ഭംഗി കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇത് ഏത് ഷേപ്പിൽ വേണോ വയ്ക്കാം. കപ്പ് കേക്കിൻ്റെ മോൾഡിൽ വെച്ച് തന്നെ ഇത് രണ്ടും നിറച്ച് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഡിഫറൻറ്റ് കാണാനൊരു ഭംഗി. കറക്റ്റായിട്ട് നമ്മുടെ ബുൾസൈയുടെ ഷേപ്പ് കിട്ടി. അപ്പോൾ ഇതിന് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ടിയായിട്ട് വരും.